February 4 വേൾഡ് ക്യാൻസർ ഡേ അഥവാ ലോക അർബുദ ദിനം. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്കാണ്. ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ കാണാറുണ്ട്, കൂടാതെ സർവൈവേഴ്സിനെ കാണാറുണ്ട്. നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ക്യാൻസേഴ്സിനെ പറ്റിയിട്ടാണ്. അതിനെ ചുറ്റിയുള്ള സംശയങ്ങൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്ന ഡോക്ടർ രശ്മി മാം ഫ്രം തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. നമസ്കാരം, ഞാൻ റോഹൻ, തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. കൂടാതെ ഞാൻ ഗേൾ മിത്ത് എന്ന ക്ലബിന്റെ പ്രസിഡന്റും കൂടിയാണ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഡോക്ടർ രശ്മി മാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി അഡീഷണൽ പ്രൊഫസറാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നു. വെൽക്കം മാം. വേൾഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് കുറച്ച് സംശയങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. സ്ത്രീകളിൽ ഇപ്പോൾ ഏറ്റവും കാണപ്പെടുന്ന ക്യാൻസർ ആണ്? നമുക്ക് സ്ത്രീകളിൽ സാധാരണയായി ഇപ്പോൾ കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ സെർവൈക്കൽ ഗർഭാശയ ഗള ക്യാൻസർ, പിന്നെ ഓവറിയിലെ ക്യാൻസർ, അണ്ഡാശയത്തിലെ ക്യാൻസർ. ഇത് കൂടാതെ എൻഡോമെട്രിയൽ ക്യാൻസർ, ഗർഭപാത്രത്തിന്റെ പാളിയിൽ വരുന്ന ക്യാൻസർ, അതാണ് ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസറും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യം എന്തൊക്കെയാണ്? സാധാരണയായി നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ കൂടുന്നത് ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ക്യാൻസർ വരാനുള്ള, ബ്രസ്റ്റിലെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ നമ്മൾക്ക് പ്രസവിക്കാത്ത സ്ത്രീകൾക്ക്, പിന്നെ നേരത്തെ മാസങ്ങൾ തുടങ്ങുന്ന സ്ത്രീകൾക്ക്, അതുപോലെ ലേറ്റ് ആയിട്ട് വൈകി മാസങ്ങൾ നിൽക്കുന്ന സ്ത്രീകൾക്കും, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അമിതവണ്ണം, പിന്നെ സ്മോക്കിംഗ്, പുകയിലയുടെ ഉപയോഗം, മദ്യപാനം, ഇതെല്ലാം റിസ്ക് കൂടും. ഇതുകൂടാതെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അത് പ്രൊലോങ്ഡ് ആയിട്ട് ഹോർമോൺസ് എടുത്തു കഴിഞ്ഞാൽ അതും ഒരളവ് വരെ ചെറിയൊരു ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കൂട്ടുന്ന അവസ്ഥയാണ്. പിന്നെ പ്രായമേറിയുള്ള ബ്രസ്റ്റ് ക്യാൻസർ, എല്ലാത്തരം ക്യാൻസറും വരാൻ സാധ്യത കൂടുതലാണ്. പ്രായമുള്ളവരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സെർവൈക്കൽ ക്യാൻസർ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സെർവൈക്കൽ ക്യാൻസർ, ഗർഭപാത്ര ഗള ക്യാൻസർ പോസിറ്റീവ് ഏജന്റ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസുമായിട്ടുള്ള ഒരു എക്സ്പോഷർ വളരെ ചെറിയ പ്രായത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, ഇതുകൂടാതെ നേരത്തെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുക, ചെറിയ പ്രായത്തിൽ തന്നെ പ്രഗ്നൻസി, മൾട്ടിപാരിറ്റി മീൻസ് നമുക്ക് അറിയാം, മൾട്ടിപാരിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസവം. ഇതെല്ലാം ഈ ഒരു എക്സ്പോഷർ കൂടാനും, പിന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, ഇവർക്കും അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, സ്മോക്കിംഗ്, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതുമെല്ലാം സ്മോക്കിംഗ് കൂടുതലായിട്ട് സെർവൈക്കൽ ക്യാൻസറിന് റിസ്ക് കൂട്ടും. ഇത് കൂടാതെയാണ് ഇമ്മ്യൂൺ സപ്രഷൻ ഡ്രഗ്സ്. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സ്റ്റീറോയിഡ്സ് ഒക്കെ കഴിക്കുന്നവർക്ക്, HIV പോസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാം സെർവൈക്കൽ ക്യാൻസർ വരാനും, HPV വൈറസ് എക്സ്പോഷർ ഉണ്ടാവും. ആ എക്സ്പോഷർ കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധിക്കാൻ പറ്റിയ ടൈപ്പാണ്? ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും, രണ്ട് ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും പ്രിവെന്റ് ചെയ്യാനും ഒരു പരിധിവരെ പറ്റും. ബ്രസ്റ്റ് ക്യാൻസറിലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അമിതവണ്ണം ഒഴിവാക്കുക, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക, പിന്നെ ഹോർമോൺ ചികിത്സ ഒരുപാട് നാളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ. പക്ഷെ ഫാമിലി ഹിസ്റ്ററിയുടെ ഒരു പ്രശ്നങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ ഏറ്റവും ആദ്യം ഉള്ള മാർഗം സ്വയമായിട്ടുള്ള സ്ഥലപരിശോധന. അത് എല്ലാ മാസവും എല്ലാ സ്ത്രീകളും മാസമുറ കഴിഞ്ഞ ഉടനെ സ്വന്തമായിട്ട് ബ്രസ്റ്റ് പരിശോധിച്ച് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പരിശോധിച്ചിട്ട് ചേഞ്ചസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം.
അത് നോക്കുമ്പോൾ നിപ്പിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അതല്ലെങ്കിൽ തൊട്ട് പരിശോധിക്കുമ്പോൾ ചെറുതായിട്ട് വല്ല തടിപ്പുകളോ മുഴകളോ അങ്ങനെ നോക്കുക. പിന്നെ നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ സ്രവം വരുന്നുണ്ടോ എല്ലാം ശ്രദ്ധിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തി തുടർ പരിശോധനകൾ നടത്തുക. തുടർ പരിശോധന മാമോഗ്രാം അങ്ങനെയുള്ള ഉള്ള പരിശോധനകൾ FNAC ഒക്കെ ഉണ്ട്, അപ്പോൾ നടത്തേണ്ടതാണ്. സർവൈക്കൽ ക്യാൻസറിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ പ്രിവെന്റബിൾ ക്യാൻസറാണ്. സർവൈക്കൽ ക്യാൻസർ ഒന്ന് HPV വൈറസ് കൊണ്ടുണ്ടാവുന്ന ക്യാൻസർ ആയതുകൊണ്ട് HPV വാക്സിൻ ഉണ്ട്, അതിപ്പോ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ HPV വാക്സിൻ സമയത്തിന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് സർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് സേഫ് സെക്സ് പ്രാക്ടീസസ്, അതേപോലെ നേരത്തെയുള്ള സെക്ഷൽ ഇന്റർകോഴ്സുകൾ ഒഴിവാക്കുക, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഇതെല്ലാം നമുക്ക് ഒരു സേഫ് സെക്സ് പ്രാക്ടീസസ് ആണെങ്കിൽ കുറച്ച് സർവൈക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ ഉള്ളതാണ് പാപ്സ്മിയർ. പാപ്സ്മിയർ സ്ക്രീനിങ് എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടി വരും വളരെ നേരത്തെ. ഇപ്പൊ സർവൈക്കൽ ക്യാൻസർ ആവുന്നതിന് മുമ്പ് ഒരു പ്രീ മാലിഗ്നന്റ് ക്യാൻസർ ആവുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ തന്നെ ഈ സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുകയും അതിനുള്ള ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവൈക്കൽ ക്യാൻസർ വരുന്നത് തടയാനും പറ്റും. മാം, അടുത്ത ബന്ധുക്കളിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യാൻ പറ്റിയ എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാനായിട്ട്? ബ്രസ്റ്റ് ക്യാൻസർ ഫാമിലി ഹിസ്റ്ററിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇപ്പൊ അടുത്ത ബന്ധുക്കൾ, ചേച്ചിക്ക്, അമ്മയ്ക്ക്, അമ്മായിമാർക്ക്, അങ്ങനെ ഫാമിലിയിലാർക്കെങ്കിലും അടുത്ത ബന്ധുക്കൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. ബ്രസ്റ്റിന്റെ എക്സാമിനേഷൻ എല്ലാ മാസവും കൃത്യമായി ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണണം. ഇതുകൂടാതെ മാമോഗ്രാം എന്ന് പറഞ്ഞ ഒരു എക്സ്റേ പരിശോധന, അപ്പൊ അതും ചെയ്യേണ്ടതാണ്. അപ്പം ഫാമിലി ഹിസ്റ്ററി സാധാരണഗതിയിൽ 40 വയസ്സിന് ശേഷമാണ് നമ്മൾ മാമോഗ്രാം ചെയ്യുക. പക്ഷെ അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്യാം. ഇപ്പോൾ മാമോഗ്രാം എക്സ്റേ പരിശോധന കൂടാതെ തന്നെ അൾട്രാസൗണ്ട്, നല്ല ഹൈ ക്വാളിറ്റി അൾട്രാസൗണ്ട് കൊണ്ടും MRI കൊണ്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നി, ഒരു ലംപ് കണ്ടു, അപ്പൊ നമ്മളൊരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അല്ലെങ്കിൽ ബയോപ്സി എടുത്തിട്ട് കൺഫേം ചെയ്യും. പക്ഷെ പ്രധാനമായിട്ടും ഉള്ളത് ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ അവർക്ക് ഒരു അവെയർ ആയിരിക്കണം. ഇത് മാത്രമല്ല, ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് ഇപ്പോൾ ഉണ്ട്. അടുത്ത ഒരുപാട് ബന്ധുക്കൾക്കുണ്ടെങ്കിൽ നമുക്ക് BRCA1 ജീൻ ടെസ്റ്റിംഗ് ഉണ്ട്, അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പൊ അടുപ്പിച്ച് ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജനറ്റിക് സ്ക്രീനിങ് ചെയ്യാം. ആ ജീൻ പോസിറ്റീവ് ആണെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രൊഫൈലാക്ടിക് മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ബ്രസ്റ്റിന്റെ മാസ്റ്റെക്ടമി ചെയ്യുന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആരും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ജീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. മാം, സെർവൈക്കൽ ക്യാൻസറിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ സെർവൈക്കൽ ക്യാൻസർ നമ്മൾക്ക് വെള്ളപ്പോക്ക്, ഡിസ്ചാർജ് ബ്ലീഡിങ്, അതല്ലെങ്കിൽ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, ഇടയിലുള്ള ബ്ലീഡിങ്, പിന്നെ പ്രധാനമായിട്ടും ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ബ്ലീഡിങ്. അപ്പോൾ ഡിസ്ചാർജ് പീരീഡ് പറയുന്നത് ഒരു യെല്ലോയിഷ് ഡിസ്ചാർജ് ആയിരിക്കാം, സ്മെല്ല് ദുർഗന്ധത്തോടു കൂടിയുള്ള ഡിസ്ചാർജ് ആവാം. ബ്ലീഡിങ്ങും ഇന്റർമീഡിയറ്റ് ബ്ലീഡിംഗ്, ഇപ്പൊ മെൻസസിന്റെ സമയത്ത് അല്ലാതെയുള്ള ബ്ലീഡിംഗ്, പിന്നെ ബന്ധപ്പെട്ട് കഴിയുമ്പോഴുള്ള ബ്ലീഡിംഗ്. ഇത് കൂടാതെ മെൻസസ് നിന്നതിന് ശേഷം കാണുന്ന ഏത് ബ്ലീഡിങ്ങും ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് സാധാരണയായിട്ട് സെർവൈക്കൽ ക്യാൻസറിന്റെ ക്യാൻസർ വന്നു കഴിഞ്ഞാലുള്ള ലക്ഷണം. പക്ഷെ പാപ്സ്മിയർ ഒക്കെ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ പ്രീ മാലിഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷണം കണ്ടുകൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പാപ്സ്മിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാനും ചികിത്സിക്കാനും സാധിക്കും എന്ന് പറയുന്നത്. മാം, പാപ്സ്മിയറിനെ പറ്റി പറഞ്ഞല്ലോ, അതെന്താണ് ആക്ച്വലി, അത് എങ്ങനെ ചെയ്യുക, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? പാപ്സ്മിയർ ആക്ച്വലി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. പാപ്സ്മിയർ കൊണ്ട് ഒരു ക്യാൻസർ സെർവിക്സ് അല്ല ഡിറ്റക്ട് ചെയ്യുന്നത്, പ്രീ മാലിഗ്നന്റ് ലീഷൻ, സർവൈക്കൽ ഇൻട്രാഎപ്പിത്തീലിയൽ നിയോപ്ലേസിയ എന്ന് പറയുന്ന ക്യാൻസറിന് മുമ്പുള്ള ലീഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ പാപ്സ്മിയർ ചെയ്യുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ സാധാരണ പേഷ്യൻസിനോട് ചില്ല് പരിശോധന എന്ന് പറയും. ഒരു ചില്ലില് ചെറുതായിട്ടൊരു സ്മിയർ പോലെ എടുത്ത് ജാറിലിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പാപ്സ്മിയർ OP പ്രൊസീജിയറായിട്ടാണ് ചെയ്യുന്നത്. 1 മിനിറ്റിന്റെ ഇതേ ഉള്ളൂ. എല്ലാ സ്ത്രീകളും 30 വയസ്സിന് ശേഷം, സെക്ഷലി ആക്റ്റീവുള്ള എല്ലാ സ്ത്രീകളും 30 വയസ്സിന് ശേഷം നിർബന്ധമായും ചെയ്യേണ്ട ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് പാപ്സ്മിയർ. ഈ പാപ്സ്മിയർ തന്നെ ഇപ്പൊ ഒരു കൺവെൻഷണൽ പാപ്സ്മിയർ കൂടാതെ ഇപ്പൊ അതിന്റെ കൂടെ ഒരു ലിക്വിഡ് ബേസ്ഡ് ഒരു ഫ്ലൂയിഡ്, ബ്രഷിന് മാത്രമേ വ്യത്യാസമുള്ളൂ, പ്രൊസീജിയർ സെയിം ആണ്. ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി അതിന്റെ കൂടെ തന്നെ ഈ ഒരു സൈറ്റോളജി എടുക്കുമ്പോൾ HPV DNA അവിടെ പ്രസന്റ് ആണോ എന്ന് അറിയാനായിട്ടുള്ള ടെസ്റ്റ് കൂടി നമ്മൾ ചെയ്യാറുണ്ട്. HPV DNA കൂടി ചെയ്തു കഴിഞ്ഞാൽ HPV DNA പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് 5 വർഷം കൂടുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എവറി 3 ഇയേഴ്സ് 3 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യും. മാം, HPV വാക്സിനെ പറ്റി കുറച്ച് പറഞ്ഞു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്. ഈ വാക്സിൻ ഒരുപാട് നാളായി ഇന്ത്യയിൽ തന്നെ 2008 ലൈസൻസ്ഡ് ആണ്. 3 തരം വാക്സിൻ ഉണ്ട്. പ്രധാനമായും നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന HPV വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ്. അപ്പോൾ അത് പ്രധാനം 4 പ്രധാനപ്പെട്ട വൈറസുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ക്വാഡ്രിവാലൻ വാക്സിൻ, 2 എണ്ണത്തിനായിട്ടുള്ളത് ബൈവാലൻ വാക്സിൻ, ഇപ്പോൾ പുതുതായിട്ട് 9 വൈറസുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് നോണാവാലൻ വാക്സിൻ. ഈ വാക്സിനുകളെല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 2008 ലൈസൻസ്ഡ് ആണ്. പല രാജ്യങ്ങളിലും ഒരു 2017 മുതൽ 2017 ഒരു ഏകദേശം 70-ൽ കൂടുതൽ രാജ്യങ്ങൾ, ഇപ്പോൾ ഏകദേശം ഒരു 100ഓളം അതോ അതിൽ കൂടുതലോ രാജ്യങ്ങളിൽ HPV വാക്സിൻ കുട്ടികളിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുണ്ട്. ഇന്ത്യയിൽ അത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അടുത്ത കാലത്ത് തന്നെ അത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വാക്സിൻ നമ്മുടെ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് പ്രകാരം 9 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കൊടുക്കാം. 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെ 2 ഡോസ് കൊടുത്താൽ മതി. 15 വയസ്സിന് ശേഷമാണെങ്കിൽ 3 ഡോസ് വാക്സിൻ കൊടുക്കണം. ഇപ്പോൾ ഈ കുട്ടി HIV പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ 15 വയസ്സിന് മുമ്പാണെങ്കിലും 3 ഡോസ് വാക്സിൻ കറക്റ്റായിട്ട് കൊടുക്കണം. HPV വാക്സിൻ എടുക്കുന്നത് കൊണ്ട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. സാധാരണ ഒരു വാക്സിൻ എടുക്കുന്ന ചെറിയൊരു പെയിൻ അങ്ങനെയൊക്കെ സാധാരണ വളരെ കുറവാണ് സൈഡ് എഫക്ട്സ് പറയുന്നത്. ചിലർക്ക് ഇങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻ വളരെ അപൂർവം പറയുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. കൂടുതൽ പറയുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നിടത്തുള്ള വേദന, ചെറിയൊരു തലവേദന അങ്ങനെയൊക്കെ പറയാറുള്ളൂ. ചെറിയൊരു പനി, ഫീവറിഷ് ഫീവർ ഒക്കെ പറയാറുള്ളൂ. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല പ്രൊട്ടക്റ്റീവാണ്. ഒരു 98% പ്രിവെന്റീവ് എന്നുള്ള പോലെയാണ് പറയുന്നത്. പുതിയൊരു പഠനങ്ങൾ അനുസരിച്ച് ഈവൻ 1 ഡോസ് വാക്സിൻ പ്രൊട്ടക്റ്റീവ് ആണെന്നാണ് പുതിയ പഠനങ്ങൾ. ചില സ്ഥലങ്ങളിൽ 1 ഡോസ് വാക്സിൻ എടുത്ത് പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവരെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർക്കും വാക്സിൻ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു വാക്സിൻ അല്ലെങ്കിൽ 2 ഡോസെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പോലും പ്രൊട്ടക്ഷൻ ഉണ്ടാകും. മാം, ഈ വാക്സിൻ ആൺകുട്ടികൾക്കും എടുക്കാൻ പറ്റുന്നതാണോ? ആക്ച്വലി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ആക്ച്വലി ആൺകുട്ടികൾക്കും എടുക്കാം. ചില രാജ്യങ്ങൾ UK ഉള്ളിടത്ത് ആൺകുട്ടികൾക്കും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് പിനൈൽ ക്യാൻസർ, ഓറോഫാരിഞ്ചൽ ക്യാൻസർ ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ ഇഫക്റ്റീവാണ്. മാം, ഈ ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചികിത്സാ മാർഗങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സർജറി ഓപ്ഷനാണ്. മാസ്റ്റെക്ടമി ചെയ്യുക, അല്ലെങ്കിൽ ആ മുഴ മാത്രം ലംപ് മാത്രം എടുക്കുക. അത് സ്റ്റേജ് അനുസരിച്ചും രോഗിയുടെ ക്യാരക്ടർ അനുസരിച്ചും എല്ലാമായിരിക്കും. പിന്നെ റേഡിയേഷൻ ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, പിന്നെ പുതിയ ട്രീറ്റ്മെന്റുകളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പലതും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി. സർവൈക്കൽ ക്യാൻസർ ആണെങ്കിലും ഇത് തന്നെ
ഏർലി സ്റ്റേജസ് സെർവൈക്കൽ ക്യാൻസറിന്റെ പ്രാരംഭ ദശയിലുള്ള സെർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് സർജറിയാണ് നമ്മുടെ ഓപ്ഷൻ. ലേറ്റ് സ്റ്റേജസ് ആണെങ്കിൽ കീമോതെറാപ്പി, റേഡിയേഷനുമാണ് ആദ്യത്തെ പ്രാഥമിക ചികിത്സ. മാം, ഒരിക്കൽ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ഏത് ക്യാൻസർ ആണെങ്കിലും ഒരു സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ പേഷ്യൻസിനൊരു എന്താ പറയാ ഒരു ഷോക്കും അങ്ങനെയുള്ള പ്രശ്നം. പക്ഷെ ഏർലി സ്റ്റേജില് ഏറ്റവും ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻസർ ആണെങ്കിൽ അത് വളരെ ഏർലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് കൃത്യമായി എടുക്കുക. ഏത് ട്രീറ്റ്മെന്റ്, സർജറി ആണെങ്കിലും കീമോ ആണെങ്കിലും ഏത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഫോളോ അപ്പ് വേണം. കാരണം മിക്കവാറും ഈ ക്യാൻസറുകൾ ബ്രസ്റ്റിലായാലും സർവൈക്കൽ ക്യാൻസറിനും ഒരു റെക്കറൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രസ്റ്റിലെ ക്യാൻസറിലാണെങ്കിൽ മറ്റേ ബ്രസ്റ്റിൽ വരാം, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മെറ്റാസ്റ്റേസിസും അങ്ങനെ കാണാം. അപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്താൽ അപ്പോൾ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവണം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. കാരണം ഒരുപാട് ചേഞ്ചസ് ശരീരത്തിനും മനസ്സിനും ഒരു സ്ട്രെസ് ട്രോമാറ്റിക് ആയിരിക്കാം. പിന്നെ മാത്രമല്ല പിന്നെ ശരീരത്തിലും ഒരു ബോഡി ഇമേജ് ഇഷ്യൂ വരാം. കാരണം ഹെയർ ലോസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം മുമ്പോട്ട് പോകാൻ നല്ല സോഷ്യൽ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും എല്ലാം വേണ്ടി വരും. ചികിത്സ കൃത്യമായി ചെയ്യുക, ഇടയിൽ മനസ്സ് പതറാതെ അല്ലെങ്കിൽ വേറെ ചികിത്സയിലേക്ക് പോകാതെ കൃത്യമായി ചികിത്സ ചെയ്യുക, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഈ വളരെ ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. മിക്ക ഡൗട്ട്സ് എല്ലാവരെയും ക്ലിയർ എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഡിസ്കഷനിൽ. അപ്പോൾ ഈ വേൾഡ് ക്യാൻസർ ഡേ മാമിന് എന്ത് സന്ദേശം നൽകാൻ താല്പര്യപ്പെടുന്നത്? വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രാരംഭ ദശയിൽ ഏത് ക്യാൻസറും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറും സർവൈക്കൽ ക്യാൻസറും. അതുകൊണ്ട് സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സ്ത്രീകളും കൃത്യമായ ക്യാൻസർ സ്ക്രീനിങ് ചെയ്തിരിക്കണം, അതിൽ പങ്കെടുക്കണം. സ്ക്രീനിങ് പരിപാടികളോ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ വീടിനടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി സ്ക്രീനിങ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും സ്ക്രീൻ ചെയ്തിരിക്കണം.